നമസ്കാരം. തമിഴ്നാട് രാഷ്ട്രീയം ആകെ കുഴഞ്ഞു മറിഞ്ഞ് വളരെ സങ്കീർണമായൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്, ഒട്ടും സരളമാകുന്നില്ല. അതിനിടയിലാണ് പുതിയൊരു താരോദയം തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടാകുന്നത്. വിജയ്, സിനിമാ താരം വിജയ് തമിഴക വെട്രിക്കഴകം എന്നുള്ള തൻ്റെ രാഷ്ട്രീയ കക്ഷിയുമായി ഇപ്പോൾ വിസിൽ ചിഹ്നത്തിൽ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കുതിച്ചിരിക്കുകയാണ്. അതിനിടയിൽ വിജയുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ തമിഴ്നാട്ടിൽ കോളിളക്കം സൃഷ്ടിക്കുന്നുണ്ട്. അത് വിജയുടെ വിവാഹമോചനം സംബന്ധിച്ച വാർത്തകളാണ്. വിവാഹമോചനം അദ്ദേഹത്തിൻ്റെ 27 വർഷമാണെന്ന് തോന്നുന്നു, വർഷം ചിലപ്പോൾ തെറ്റിപ്പോകാം, ക്ഷമിക്കുക, സബ്ജക്റ്റ് ടു കറക്ഷൻ. എന്തായാലും നീണ്ടകാല അദ്ദേഹവുമായി ദാമ്പത്യത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ സംഗീത സ്വർണലിംഗം വിവാഹമോചന ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് കോടതിയിൽ. അപ്പോൾ അത് സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം തമിഴ്നാട്ടിലെ മുതിർന്ന BJP നേതാവ് ശ്രീ അണ്ണാമലൈ പറഞ്ഞത് തന്നെയാണ്. അത് വിജയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. വിജയുടെ രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാം, അനുകൂലിക്കാം. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ അത് സംബന്ധിച്ച കാര്യങ്ങൾ പൊതു ഇടങ്ങളിൽ, പൊതുമണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതില്ല. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇതിൻ്റെ കാരണമായി സംഗീത കോടതിയിൽ പറഞ്ഞിരിക്കുന്ന വിവാഹമോചനം എന്തുകൊണ്ട് വേണം, തനിക്ക് വിവാഹമോചനം എന്തുകൊണ്ട് ലഭിക്കണം എന്നുള്ളതിന് കാരണങ്ങളായി സംഗീത പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തമിഴ്നാട്ടിൽ വൻ വിവാദമാണ്. അത് വിജയുടെ വിവാഹേതര ബന്ധങ്ങളാണ്. ഇതെല്ലാം സത്യമായി നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ വിഷയങ്ങളെല്ലാം തൽക്കാലം അണ്ണാമലൈ പറഞ്ഞതുപോലെ വിജയുടെ വ്യക്തിപരമായ കാര്യങ്ങളായി മാറ്റിവെക്കാം. പക്ഷേ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ ഭാവി ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ മാധ്യമങ്ങൾക്കെങ്കിലും വളരെ പ്രസക്തമായൊരു വാർത്തകളാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ വിജയ് പ്രസക്തമായൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ സാമൂഹ്യ മാധ്യമങ്ങളിലതെ, പക്ഷേ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അല്ല. അതിൻ്റെ കാരണങ്ങൾ രണ്ടാണ്. ഒന്ന്, വിജയ്ക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രസക്തി അത്രത്തോളം ഉണ്ടോ എന്നുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ ചിന്ത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം DMKയുടെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ. ഈ രണ്ട് കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് വിജയുടെ പ്രസക്തിയെ നമ്മൾ തൽക്കാലം കുറച്ച് കാണുന്നില്ല. ആ വിജയുടെ പ്രസക്തിയെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യുക മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അത് ആ വിശകലനം കഴിയുമ്പോൾ ഏറെക്കുറെ ഒരു തെളിമയുള്ളൊരു ചിത്രം പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കാനാകുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും ആ വിശകലനത്തിലേക്ക് കിടക്കാം. വിശകലനത്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യമായി എടുത്തു പറയേണ്ടത്, വിജയുടെ ഈ രാഷ്ട്രീയ പ്രവേശനം കൊണ്ട് വിജയ്ക്ക് എന്തെങ്കിലും വ്യക്തിപരമായ ഗുണമുണ്ടാകുമോ? അതായത് തമിഴക വെട്രിക്കഴകം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുവാൻ പോകുന്നത്. 240 മണ്ഡലങ്ങളിലും, നിയമസഭാ മണ്ഡലങ്ങൾ 240 തമിഴ്നാട്ടിലുള്ളത്. 240 മണ്ഡലങ്ങളിലും തമിഴക വെട്രിക്കഴകം സഖ്യകക്ഷികളൊന്നുമില്ലാതെ, കൂട്ടണിയൊന്നുമില്ലാതെ, ഒരു മുന്നണിയുമായി ചേരാതെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ വിജയ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ വിജയ് ചെയ്താൽ തമിഴക വെട്രിക്കഴകം തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തുമോ? ചുരുങ്ങിയത് അധികാരത്തിലെത്താതെ ഒരു പ്രധാന പ്രതിപക്ഷമെങ്കിലും ആകുമോ? പോട്ടെ, ഒരു 10 സീറ്റെങ്കിലും വിജയിക്കുമോ? ഇല്ല എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ വിജയ് മത്സരിച്ചാൽ ചിലപ്പോൾ വിജയ് പോലും പരാജയപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. എന്നാലും തൽക്കാലം വിജയ് മാത്രം ജയിക്കും എന്നുള്ളൊരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം. അങ്ങനെ വന്നാൽ പോലും വിജയുടെ രാഷ്ട്രീയ ഭാവി അതോടുകൂടി ഇരുളടഞ്ഞതാകും. പിന്നെ AEADMK അല്ലെങ്കിൽ DMK, ഈ രണ്ട് പ്രധാന രാഷ്ട്രീയ കക്ഷികളിൽ ഏതിലെങ്കിലും ഒന്നിൽ പോയി അഭയം തേടുക എന്നുള്ള ഒരു വഴി മാത്രമേ വിജയുടെ മുൻപിൽ ഉണ്ടാകുകയുള്ളൂ. അത് ആദ്യമേ പറഞ്ഞു വയ്ക്കുന്നു. ഇനി വിജയുടെ മുന്നിലുള്ള രാഷ്ട്രീയ മാർഗങ്ങളെക്കുറിച്ചൊന്ന് പരിശോധിക്കാം നമുക്ക്. ആ രാഷ്ട്രീയ മാർഗങ്ങളിൽ ആദ്യമായി വിജയ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നതും എന്നാൽ രാഷ്ട്രീയ വിദഗ്ധർ എൻ്റെ തോന്നലുകളോട് അനുകൂലമായ ചില പ്രസ്താവനകൾ ഇറക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ടത്, വിജയ് കൂടെ നിൽക്കുന്നവരെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം. കാരണം ജോൺ ആരോഗ്യസ്വാമി, ആദവ് അർജുന തുടങ്ങിയ വിജയുടെ ഇപ്പോഴത്തെ സുഹൃത്തുക്കൾ, അവരുടെ പശ്ചാത്തലമോ അല്ലെങ്കിൽ മുൻകാല ചരിത്രമോ ഒട്ടും ആശാവഹമായ ഒരു പശ്ചാത്തലമല്ല വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ഒരുക്കുന്നത്. അല്ലെങ്കിൽ വിജയ്ക്ക് ഒട്ടും ആശാവഹമായൊരു സാഹചര്യമല്ല വിജയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. കാരണം ഈ ജോൺ ആരോഗ്യസ്വാമി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ്, പല കക്ഷികളെയും ഉപദേശിച്ചിട്ടുള്ള ആളാണ് എന്നൊക്കെ പറയുമ്പോഴും പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ബന്ധം സിദ്ധരാമയ്യയും സീമാനെയും പോലുള്ള ഇപ്പോൾ വിജയ്ക്ക് പൂർണ്ണമായി എതിര് നിൽക്കുന്ന പല വ്യക്തികളുമായിട്ട് അദ്ദേഹത്തിന് വളരെ കാലമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വിജയുടെ വളരെ അടുത്ത സുഹൃത്താണ്. അതുകൊണ്ട് തന്നെ
ഒരു കാലത്ത് വിജയുടെ ഈ വിവാഹ ബന്ധത്തിന് പോലും ഇടനിലക്കാരനായി ജോണാരോഗ്യസ്വാമിയുടെ മുൻപുണ്ടായിരുന്ന അല്ലെങ്കിൽ മുൻ മുതലാളിമാരോ പലരും കാരണമായിട്ടുണ്ടെന്ന് ഉള്ള വസ്തുത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായിട്ട് ഞാൻ പറയും, ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് വേണമെങ്കിൽ തോന്നാം. പക്ഷേ 3 മാസങ്ങൾക്ക് മുൻപാണ് സംഗീത സ്വർണ്ണലിംഗം ഈ വിവാഹമോചന ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നത്. ഇത് പുറത്തു വരുന്നത് ഫെബ്രുവരി 27-ാം തീയതി മാത്രമാണ്. അതായത് വിജയുടെ ജീവിതത്തിൽ ഈ കരൂർ സംഭവത്തിൽ, കരൂർ ഉണ്ടായൊരു ദുരന്തം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സമ്മേളനത്തിൽ 41 പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിൽ തിക്കും തിരക്കുമുണ്ടായി. അത് സംബന്ധിച്ച് CBI അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രതിപട്ടികയിൽ ഒരുപക്ഷെ വിജയ് ചേർക്കപ്പെട്ടേക്കും, പ്രതിപട്ടികയിൽ വിജയുടെ പേര് വന്നേക്കുമെന്നുള്ളൊരു സാഹചര്യം ഉയർന്നു വരികയും മറ്റ് പലതരത്തിലും വിജയ്ക്ക് പ്രശ്നങ്ങളുണ്ടാകുകയും വിജയുടെ അവസാന ചലച്ചിത്രം എന്നുള്ള രീതിയിൽ പുറത്തു വരേണ്ടിയിരുന്ന ജനനായകൻ്റെ റിലീസിന് തന്നെ പ്രശ്നങ്ങളുണ്ടാകുകയും ഒക്കെ ചെയ്തിരിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലൊരു ഹർജി സംഗീത സ്വർണ്ണലിംഗം സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പുറത്തു വരുന്നു. അതിലെ വിശദമായ വിവരങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. വിവാഹേതര ബന്ധങ്ങൾ സംഗീത വിജയുടെ മേലിൽ ആരോപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു വരുന്നത് ഈ ഒരു അവസരത്തിലാണ്. 3 മാസങ്ങൾക്ക് മുമ്പ് സമർപ്പിക്കപ്പെട്ടൊരു ഹർജിയാണ്. അന്ന് ഇത് വാർത്തയേ ആയില്ല, ആരും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് വിജയുമായി അടുത്ത ബന്ധമുള്ള ആരോ തന്നെയാണ് ഈ ഹർജി ചോർത്തിക്കൊടുത്ത് മാധ്യമങ്ങളിൽ എത്തിച്ചത്. അല്ലെങ്കിൽ സംഗീതയായിരിക്കണം. സംഗീതയാകുവാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കാരണം സ്വന്തം കുടുംബത്തിലേക്ക് ചെളിവാരി എറിയുക എന്നുള്ളത് സംഗീത ചെയ്യില്ല. കാരണം അവർ അത്തരത്തിലുള്ളൊരു വ്യക്തിയല്ല എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത്. പക്ഷേ അതിനും സാധ്യതയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ സാധ്യത ഒന്നുകിൽ ജോണാരോഗ്യസ്വാമിയാവാം, ആദവർജുനയാവാം. കാരണം ഇവരുടെയെല്ലാം ഞാൻ പറഞ്ഞല്ലോ, മുൻകാല ചരിത്രം വിജയ്ക്ക് അത്ര ആശാസ്യകരമല്ല. വിജയിയെ ചതിക്കുവാൻ സാധ്യതയുള്ള ഒരുപാട് രാഷ്ട്രീയ കക്ഷികളുമായി, അത് വിടുതലൈസരുത്ത ഈ കക്ഷിയാകട്ടെ, വിടുതലൈസരുത്തകൾ എന്ന് പറയും, അതിൻ്റെ നേതാവായ തിരുമാവളവനാകട്ടെ വിജയിയെ രൂക്ഷമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. തമിഴ്നാട്ടിൽ ജാതി കൊണ്ട് മാത്രം രാഷ്ട്രീയം കളിച്ച് പിടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ആദവർജുന, വിജയുടെ തമിഴക വെട്രിക്കഴകത്തിൻ്റെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ. തന്നെയുമല്ല, ഈ ആദവർജുനയുടെ ഒരു പശ്ചാത്തലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ്റെ മരുമകനാണ് ഈ ആദവർജുന. ജോണാരോഗ്യസ്വാമിയുടെ പശ്ചാത്തലം അതിലും വളരെ ദുരൂഹമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു 18 വയസ്സിന് മുൻപുള്ള അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാർ എന്താണ് ചെയ്തിരുന്നത്, അവരുടെ വ്യവസായം എന്താണ്, ഇദ്ദേഹത്തിന് ഇത്രയും സമ്പത്ത് എവിടുന്നുണ്ടായി, ഇത് സംബന്ധിച്ചുള്ള ഈ എല്ലാ വിവരങ്ങളും വളരെ ദുരൂഹമാണ്. EDയുടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സ്ഥിരമായ നിരീക്ഷണങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു വ്യക്തിയാണ് ജോണാരോഗ്യസ്വാമി. തന്നെയുമല്ല, വിജയ്ക്ക് ഗുണകരമല്ലാത്ത, ദോഷകരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരുപാട് രാഷ്ട്രീയ വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണ് ജോണാരോഗ്യസ്വാമി. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിജയ്ക്ക് ഇവരെ എല്ലാം പൂർണ്ണമായി വിശ്വസിച്ചേ തീരൂ എന്നുള്ളൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് അടിസ്ഥാന ശില പാകിയ അദ്ദേഹത്തിൻ്റെ പിതാവ് SA ചന്ദ്രശേഖരനെ ഏതാണ്ട് സ്വന്തം ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയൊരു അവസ്ഥയിലാണ് വിജയ് ഇപ്പോൾ ജീവിക്കുന്നത്. SA ചന്ദ്രശേഖരനെ മാത്രമല്ല, അമ്മയായ ശോഭാ ചന്ദ്രശേഖരനെ ആകട്ടെ ഇപ്പോൾ ഭാര്യയും മകനെയും ഒക്കെ സ്വന്തം ജീവിതത്തിൽ നിന്ന് അകറ്റി ഇവർ പറയുന്നത് മാത്രം വേദവാക്യമായി എടുത്ത് മുന്നോട്ട് പോകുന്നൊരവസ്ഥയിലാണ് വിജയ് പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ദോഷം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിയുടെ വിജയസാധ്യതകളെക്കുറിച്ച് കൂടുതലൊന്ന് പരിശോധിച്ചാൽ അതിലൊരു പ്രധാന പ്രശ്നം, വിജയുടെ ഈ യോഗങ്ങളൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ വിജയുടെ പാർട്ടിയുടെ ഒരു പൊതുസമ്മേളനം നടക്കുമ്പോൾ വൻ ജനക്കൂട്ടം ഉണ്ടാകാറുണ്ട്. അത് തമിഴ്നാട്ടിൽ വളരെ ഉപരിപ്ലവമായ അത് സിനിമാ താരത്തെ കാണാൻ വരുന്ന ആരാധകരാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴുക്കൻ മട്ടിൽ DMK ഒക്കെ അതിനെ തള്ളിക്കളയാറുണ്ട്. പക്ഷേ ഞാൻ അത്രയും നിസ്സാരമായി അതിനെ കാണുന്നില്ല. പക്ഷേ അതിലൊരു പ്രശ്നമുണ്ട്. ഈ ആരാധക വൃന്ദം വരുമ്പോൾ ഈ ആരാധക വൃന്ദം മുഴുവൻ വോട്ടായി മാറ്റപ്പെടില്ല അല്ലെങ്കിൽ മാറില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. അതിലുമുപരി മറ്റൊരു പ്രശ്നം വിജയ് നേരിടേണ്ടി വരും. കാരണം ഈ എത്തുന്ന ആരാധകരിൽ നല്ലൊരു ശതമാനം, ഒരു 40% എന്ന് വേണമെങ്കിൽ പറയാം, 15 മുതൽ 17 വയസ്സ് വരെ മാത്രം പ്രായമുള്ള കുട്ടികളാണ്. 10ാം ക്ലാസ്സിലെ ക്ലാസ് കട്ട് ചെയ്ത് തളപതിയെ കാണാൻ വരുന്ന അല്ലെങ്കിൽ അണ്ണനെ കാണാൻ വരുന്ന ആരാധകരാണ്. അവർക്ക് വോട്ടവകാശമില്ല തൽക്കാലമെങ്കിലും.
2026 തിരഞ്ഞെടുപ്പാകട്ടെ വിജയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പുമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ വിജയ തോൽവികൾ അനുസരിച്ചിരിക്കും, അല്ലെങ്കിൽ വിജയപരാജയങ്ങൾ അനുസരിച്ചിരിക്കും വിജയുടെ ഭാവി തന്നെ. സിനിമാ ജീവിതം എന്തായാലും അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഇനിയോ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി പരാജയപ്പെട്ടാൽ നാണം കെട്ട് സിനിമയിലേക്ക് തിരിച്ചു വരേണ്ടി വരും. തിരഞ്ഞെടുപ്പിൽ വിജയ് മാത്രം ജയിച്ചാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയായ ശിഷ്ടകാലം രാജ്യസഭാ MP ആയിട്ട് പോകേണ്ടി വരും, ഇപ്പോൾ കമലഹാസനൊക്കെ ചെയ്യുന്നത് പോലെ. അപ്പോൾ വളരെ പ്രാധാന്യമേറിയൊരു തിരഞ്ഞെടുപ്പാണ് വിജയ് 2026 അഭിമുഖീകരിക്കുന്ന. ആ തിരഞ്ഞെടുപ്പിൽ എന്തായാലും ഈ ഒരു 15 മുതൽ 17 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദത്തിൻ്റെ പിന്തുണ കൊണ്ട് യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ഉണ്ടാകാൻ പോകുന്നില്ല. ഇനി വിജയ്ക്കുള്ള ഏറ്റവും വലിയ പിന്തുണ എന്ന് കണക്കാക്കപ്പെടുന്ന സ്ത്രീകളുടെ വോട്ടാണ്. വിജയ്ക്ക് ആരാധകരായി ഒരുപാട് സ്ത്രീകളുണ്ട്, ആരാധികമാരായി ഒരുപാട് സ്ത്രീകളുണ്ട്. അത് യുവതികളാകട്ടെ, മധ്യവയസ്കകളാകട്ടെ, വൃദ്ധകളാകട്ടെ, വിജയ്ക്ക് ഒരുപാട് ആരാധക വൃന്ദമുണ്ട്. അത്തരത്തിലുള്ള ആരാധികമാർ വിജയ്ക്ക് വോട്ട് ചെയ്യുമോ? ചിലരൊക്കെ ചെയ്തേക്കാം. പക്ഷേ അവരുടെ ഇടയിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് അവരുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏത് പാർട്ടിയാണോ കൂടുതൽ സഹായകരമാകുന്നത്, അവർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, അവർക്ക് വേണ്ട പദ്ധതികളുടെ ഒരു പട്ടിക, ഇതൊക്കെ മുന്നിൽ വരുമ്പോൾ അവർ വളരെ പക്വമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുവാനാണ് ഏറ്റവും സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘടിതമായ വോട്ട് ബാങ്ക് എന്ന് വിജയ് കരുതുന്ന സ്ത്രീകളുടെ വോട്ടിലും നല്ലൊരു ശതമാനം പലർക്കായി മാറി വോട്ട് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത പ്രശ്നം വിജയ് നേരിടുവാൻ പോകുന്നത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുമ്പോൾ നേരിടാൻ പോകുന്നത്, വിജയ് DMKയുടെ B ടീമാണോ അതോ BJPയുടെ B ടീമാണോ എന്നുള്ള ആരോപണമാണ്. ഇതിൽ DMKയുടെ B ടീം അല്ല വിജയ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ അവലംബിക്കേണ്ട ഏറ്റവും നല്ല മാർഗം, ഞാൻ ഒരു BJP അനുകൂല നിരീക്ഷണം നടത്തുകയല്ല, പക്ഷെ സത്യസന്ധമായ കാര്യം, DMKയുമായിട്ട് എതിർത്ത് മുന്നോട്ട് പോകുവാനാണ് അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിൽ AEADMKയുമായിട്ടൊരു കൂട്ടണി ഉണ്ടാക്കുക, ഒരു സഖ്യകക്ഷി ഉണ്ടാക്കുക, അല്ലെങ്കിൽ AEADMKയുടെ സഖ്യത്തിൽ NDA സഖ്യത്തിൽ ചേരുക എന്നുള്ളതാണ് വിജയ്ക്ക് മുമ്പിലുള്ള ഏറ്റവും പ്രായോഗികരമായ മാർഗം. കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. സങ്കീർണമാണെങ്കിൽ പോലും അതിൻ്റെ ഒരു സമവാക്യം വളരെ കൃത്യമാണ്, വളരെ സരളമാണ്. DMK അനുകൂല വോട്ടുകൾ, DMK വിരുദ്ധ വോട്ടുകൾ, ഇത് രണ്ടുമേ ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള സാഹചര്യത്തിലെങ്കിലും തമിഴ്നാട്ടിൽ നിലവിലുള്ളൂ. വളരെ കാലമായി അതുതന്നെയാണ് തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം. DMKയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവർ, DMKയ്ക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുന്നവർ. ഇതിൽ വിജയ് ഇപ്പോൾ DMKയെ എതിർത്ത് തീയശക്തി, അതായത് ദുഷ്ടശക്തിയാണ് DMK എന്നുള്ള പ്രഖ്യാപനം നടത്തി തിരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ DMK വിരുദ്ധ വോട്ടുകൾ ചിന്നിച്ചിതറി പോകുവാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ യഥാർത്ഥത്തിൽ DMK എതിർക്കുക എന്നതാണ് വിജയുടെ ലക്ഷ്യമെങ്കിൽ NDA സഖ്യകക്ഷിയിൽ ചേരുക എന്നുള്ളതാണ് വിജയുടെ മുന്നിലുള്ള പ്രായോഗികരമായ ഏറ്റവും നല്ല മാർഗം. ഇനി B ടീം ആണെങ്കിൽ, B ടീം ആകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലായതുകൊണ്ടാണ് ഞാൻ അതും കൂടി പരാമർശിച്ച് പോകുന്നത്. വിജയ് B ടീമാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ B ടീമാണ് എന്നുള്ള ഒരു വീക്ഷണകോൺ തൽക്കാലം ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരല്പം പിന്നിലേക്ക് പോകാം. DMK വിരുദ്ധ വോട്ടുകൾ ശക്തി പ്രാപിക്കുന്ന എല്ലാ അവസരങ്ങളിലും ചരിത്രം പരിശോധിച്ചാൽ DMK ഓരോ ഡമ്മികളെ ഇറക്കും. ഡമ്മികളെ ഇറക്കുവാൻ സാധിക്കാത്ത അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിജയകാന്ത് തമിഴ്നാട്ട് രാഷ്ട്രീയത്തിൽ ശക്തി പ്രാപിച്ചു വന്ന അവസരങ്ങൾ. ആ അവസരങ്ങളിൽ അവർ ചെയ്തത് മക്കൾ തല കൂട്ടണി എന്നുള്ള ഒരു പുതിയ സഖ്യകക്ഷികളെ ഉണ്ടാക്കി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ തിരുമാവളവൻ എന്നുള്ള ഒരു ഇത്രയും ഒരു നീചമായ തലങ്ങളിൽ രാഷ്ട്രീയം കളിക്കുന്ന മറ്റൊരു നേതാവ് തമിഴ്നാട്ടിലില്ല എന്ന് തന്നെയാണ് തമിഴക വെട്രിക്കഴകത്തിലുള്ളവർ തന്നെ തിരുമാവളവനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ നേതൃത്വത്തിൽ മക്കൾ നലക്കൂട്ടണി എന്നുള്ളൊരു സഖ്യകക്ഷി ഉണ്ടാക്കി വിജയകാന്തിന് പല വാഗ്ദാനങ്ങൾ നൽകി അതിലേക്ക് ചേർത്ത് അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനം എല്ലാം കുറച്ച് ഏതാണ്ട് നാമാവശേഷമാക്കി മാറ്റി തകർത്ത് കളഞ്ഞു. അങ്ങനൊരു കാര്യം വിജയകാന്തിനോട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഈ തമിഴ് പുലികളോട് ഒരു സഹതാപ തരംഗം തമിഴ്നാട്ടിൽ വീണ്ടും ഉയർന്നു വന്നൊരു കാലഘട്ടമുണ്ടായി. അപ്പോൾ അത് DMK ആണ് തമിഴ് പുലികളോട് ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്തത്. തമിഴ് പുലികളോടല്ല,
ശ്രീലങ്കയിലെ തമിഴ് വംശജരെന്ന് ശ്രീലങ്കയിലുള്ളവരെ പറയുന്നതിനോട് എനിക്ക് എതിർപ്പുണ്ട്. ഹിന്ദുക്കളാണവർ, എന്നാലും ഇവർ പറയുന്ന തമിഴ് വംശജരാണ്. ശ്രീലങ്കയിലെ തമിഴ് വംശജരോട് ഏറ്റവും അധികം ദ്രോഹം ചെയ്തിട്ടുള്ള തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കക്ഷി DMK ആണ് എന്നുള്ളൊരു പ്രചാരം ശക്തമായപ്പോൾ അവർ സീമാൻ എന്നൊരു കളിപ്പാവെ മുന്നിലോട്ടിറക്കി. ഒരു നാം തമിഴർ കക്ഷി പുലിയുടെ ചിഹ്നമൊക്കെ വെച്ച് ഞാനാണ് പ്രഭാകരൻ്റെ അനന്തരാവകാശി എന്നൊക്കെ പറഞ്ഞ് ആ DMK വിരുദ്ധ വികാരത്തെ കുറേയൊക്കെ ചിഹ്നിച്ചിതറിപ്പിച്ച് അത് AIADMKയിലേക്ക് പോകാതെ തടുക്കുവാൻ സീമാനെ അവർ രംഗത്തിറക്കി. ഇപ്പോൾ സീമാൻ പരസ്യമായി തന്നെ DMKയുടെ തമിഴ്നാട്ടിൽ അതിന് കൈക്കൂലി എന്ന് പറയും, കൈപ്പണി അല്ലെങ്കിൽ ചട്ടുകമായി പിണിയാളായി പ്രവർത്തിക്കുകയാണ്. 100 കോടി രൂപ ഏതാണ്ട് അദ്ദേഹം അതിന് പ്രതിഫലമായി വാങ്ങിയിട്ടുണ്ട് എന്നാണ് വിമർശകർ പറയുന്നത്. ഇനി കമലഹാസനിലേക്ക് വരാം. DMK വിരുദ്ധ വികാരം ശക്തമായ സമയത്ത് DMK വിരുദ്ധ വോട്ടുകളെ ചിഹ്നിച്ചിതറിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കമലഹാസൻ എന്നൊരു വ്യക്തിയെ മക്കൾ നീതി മയ്യം എന്നൊരു രാഷ്ട്രീയ കക്ഷിയുമായി രംഗത്തിറക്കുന്നത്. കമലഹാസനെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തു. അതിൻ്റെ പ്രതിഫലമായി രാജ്യസഭാ സീറ്റ് ലഭിച്ചു. ഇപ്പോൾ രജനീകാന്തിനെ വെച്ച് രാജ്കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന 2 ചിത്രങ്ങൾ, ഒന്ന് രജനീകാന്ത് മാത്രം നായകനായി, രണ്ടാമത്തത് നെൽസൻ്റെ സംവിധാനത്തിൽ കമലഹാസനും രജനീകാന്തും ഒന്നിക്കുന്ന വമ്പൻ പ്രോജക്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും സാമ്പത്തിക സ്രോതസ്സ് റെഡ് ജയൻ്റാണ്. റെഡ് ജയൻറ്റിൻ്റെ മുതലാളി ഉദയനിധി സ്റ്റാലിനാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നുള്ള രീതിയിൽ DMK കമലഹാസന് നൽകുന്ന പാരിതോഷികമാണ്. അപ്പോൾ ഈ DMK വിരുദ്ധ വോട്ടുകൾ ചിഹ്നിച്ചിതറിപ്പിക്കുവാൻ പ്രയോഗിക്കപ്പെടുന്ന തന്ത്രങ്ങളെക്കുറിച്ച് പറയുവാൻ വേണ്ടിയിട്ടാണ് മക്കൾ നലക്കൂട്ടണി മുതൽ മക്കൾ നീതി മയ്യം വരെയുള്ള കാര്യം ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത്. ഇനി വിജയിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞു, DMKയെ സത്യസന്ധമായി എതിർക്കുക എന്നുള്ളതാണ് വിജയുടെ ലക്ഷ്യമെങ്കിൽ വിജയുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല പ്രായോഗിക മാർഗം NDAയിൽ ചേരുക എന്നുള്ളതാണ്. ഇനി അത് ചെയ്യാതെ വിജയ് മുന്നോട്ട് പോവുകയാണ്. ഒപ്പം കോൺഗ്രസിനെ DMKയിൽ നിന്ന് അടർത്തിയെടുത്ത് ഒപ്പം കൂട്ടുവാൻ വിജയ്ക്ക് സാധിക്കുകയും ചെയ്യാതെ പോയാൽ ഫലത്തിൽ വിജയ് കമലഹാസനും സീമാനും ഒക്കെ DMKയ്ക്ക് വേണ്ടിയിട്ട് എന്താണോ ചെയ്തു കൊടുത്തത് അത് തന്നെയായിരിക്കും തമിഴ് രാഷ്ട്രീയത്തിൽ ചെയ്യുക. DMK വിരുദ്ധ വോട്ടുകളെ നല്ലൊരു ശതമാനം ചിഹ്നിച്ചിതറിപ്പിക്കുവാൻ വിജയ്ക്ക് സാധിച്ചേക്കാം. അത് വിജയുടെ വിജയസാധ്യത കൂട്ടില്ല, എന്നാൽ DMKയുടെ പരാജയ സാധ്യത കുറയ്ക്കും. ഇപ്പോൾ NDA കൂട്ടണി അല്ലെങ്കിൽ മുന്നണി അവിടെ ശക്തിപ്പെട്ട് വരുന്ന ഒരു അവസരമാണ്. ആ ഒരു അവസരത്തിൽ അവരുടെ ഇടയിൽ നിന്ന് അവരുടെ ഒരു വോട്ടിംഗ് ശതമാനത്തിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ നിന്ന് കുറച്ച് ശതമാനമെങ്കിലും പിടിച്ചെടുക്കുവാൻ ചിഹ്നിച്ചിതറിക്കുവാൻ വിജയ്ക്ക് സാധിക്കും. അതുപോലെ തന്നെ നാം തമിഴർ കക്ഷി കുറച്ച് ഭാഗം ചിഹ്നിച്ചിതറിക്കും. കമലഹാസൻ ഇപ്പോൾ DMKയുടെ അടിമയായിട്ട് കിടക്കുന്നതുകൊണ്ട് ആ സഖ്യകക്ഷിയിൽ തന്നെ ഇരിക്കും. അപ്പോൾ ഇത്തവണ കമലഹാസൻ ആ ഒരു ജോലിയില്ല. പക്ഷേ ഇവരെല്ലാം കൂടി അത് ചെയ്തു കൊടുത്ത് DMKയുടെ പരാജയ സാധ്യത കുറച്ചെങ്കിലും കുറയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ DMK വിരുദ്ധ വോട്ടുകൾ ചിഹ്നിച്ചിതറി പോകുവാനുള്ളൊരു ചട്ടുകമായി വിജയ് അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൽ അറിയാതെയാകും വിജയ് അത് പ്രവർത്തിക്കുമെന്നുള്ള കാര്യത്തിന് അത്ര സാധുതയില്ല. കാരണം വിജയുടെ ഒപ്പമുള്ള ജോൺ ആരോഗ്യസ്വാമി, ആദവ് അർജുന ഇവരൊക്കെ ആരാണ് എന്താണ് എന്നുള്ള അവരുടെ പശ്ചാത്തലമെങ്കിലും വിജയ്ക്ക് അറിയാമായിരുന്നിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തനിക്കൊരിക്കലും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകുവാൻ സാധിക്കില്ല. കാരണം ഈ DMK കുടുംബം ഉള്ളിടത്തോളം കാലം അങ്ങനെയുള്ളൊരവസരത്തിൽ കിട്ടുന്ന പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാജ്യസഭാ സീറ്റോ ഇത്തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഭാവിയിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതിന് ഇവരെ ഉപയോഗിക്കാം, ജോണാരോഗ്യസ്വാമിയോ ആദവ് അർജുനയോ ഉപയോഗിക്കാമെന്നുള്ളൊരു ചിന്ത വിജയ്ക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം വിജയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള യാതൊരു അറിവോ തിരിച്ചറിവോ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ഒരു സാധ്യതയുമില്ല. പിന്നെ ജാതി സംബന്ധമായിട്ടുള്ള വോട്ട് ബാങ്കുകളുണ്ട്, അതിനെ സംബന്ധിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് ദൈർഘ്യം കൂടിപ്പോയി. പക്ഷേ പറഞ്ഞു വന്നത്, ഫലത്തിൽ വിജയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ചുവടുവെപ്പുകളെല്ലാം നീങ്ങുന്നത് DMKയുടെ ഒരു ചട്ടുകമായി അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുവാനുള്ള ഒരു തലത്തിലേക്കാണ്. അത് അറിയാതെയുള്ള പ്രവർത്തനമായിരിക്കുമെന്നുള്ള വിശ്വാസം എനിക്ക് വ്യക്തിപരമായിട്ടില്ല. കമലഹാസനും സീമാനും ഒക്കെ ചെയ്തതുപോലെ, വിജയ്ക്ക് മുൻപ് അവർ ചെയ്തതുപോലെ DMKയ്ക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളൊരു തലത്തിലേക്കാണ് വിജയ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം വളരെ രസകരമായിട്ടുള്ള, കൗതുകകരമായിട്ടുള്ള, എന്നാൽ ഭാരതത്തിന് കുറച്ചൊക്കെ അപകടകരമായിട്ടുള്ളൊരു തലത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. NDAയുടെ വിജയപരാജയങ്ങൾ അനുസരിച്ചിരിക്കും ആ അപകട സാധ്യത
കുറയുകയോ കൂടുകയോ ചെയ്യുന്നത്. എന്താകുമെന്ന് 2026 ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് കാണാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുന്നു. ഒപ്പം കൂടുതൽ വിവരങ്ങൾ നിങ്ങളുമായി അവ ലഭിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ പങ്കുവയ്ക്കുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.